എന്റെ അമ്മേ. ഞാൻ എങ്ങനെ ഇവിടെ നീയല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ? ഞാനൊന്നും നിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. എടാ ആംബ്രോ, ഓ ഏഞ്ചലെ അമ്മയാണ്, ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. എടാ ഫെർണോ, എടാ ഏഞ്ചല് അതിന് നല്ലല്ലേ? ഇവളെങ്ങനെയാണ് ഇവിടെ വന്നത്? ബ്രോ എന്താണ് ഈ പറയണത്? നമ്മളല്ലേ യെസ്റ്റർഡേ ഏഞ്ചൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിന്? തിന്നാൻ. ഏഞ്ചലിന്റെ അടുത്ത് മുടിഞ്ഞ പ്രേമൊന്നും മറക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് വന്നത്. അമ്മയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ബ്രോ, നമ്മൾ ഇന്നലെ ഏഞ്ചലിന്റെ വീട്ടിൽ പോയി അവളെ കണ്ട് കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു, ഓർമ്മയില്ലേ? നിങ്ങൾ ഇന്നലെ തന്നെ ഫെർണോന്റെ തേഞ്ഞ മോതിരമൊക്കെ എടുത്തിട്ട് ഭാര്യയും ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ ഓർക്കണില്ലേ? മച്ചാനെ, ഇന്നലെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് കുത്തി മറിഞ്ഞ ഓർമ്മയുണ്ട? ഇന്നലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ശബാനെ, ഇത് നിന്റെ ചില സമയത്തുള്ള പോലത്തെ കോമഡിയാണോ? ആണെങ്കി അത് വേണ്ട. അല്ല ഏഞ്ചലെ, കോമഡി അല്ല. എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇതൊന്നും ശരിയാവൂല. എന്നുവെച്ചാ അതൊന്നും നടക്കൂല. ഭയങ്കര കുഴപ്പമാണ്. ഞാനിപ്പോ എന്താ വേണ്ടേ? എടാ ആംബ്രോ, സമയം എന്തായി? ടൈം ഈസ് 9:45. 9:45. 10 മണിക്കാണ് നിന്റെ കല്യാണം. ഇപ്പൊ പോയാലും നിനക്ക് അവിടെ എത്താം. ഹലോ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. അവൾ എവിടെ പോയിന്നാവോ? എനിക്കൊരു സമാധാനവും ഇല്ല. നമ്മുടെ ഏഞ്ചൽ അങ്ങനെ ചെയ്യൂ? ഇല്ല, അവളങ്ങനെ ചെയ്യൂല. അവളെവിടെയും പോയിട്ടില്ല. അവൾക്കൊന്നും പറ്റേയില്ല. എടാ കോളി, അവളുടെ ഫോൺ ട്രേസ് എന്തായി? കയസ് സൈബർ സെല്ലിൽ തന്നെയുണ്ട്. അവക്കടെ ഫോൺ റേഞ്ചിലെത്തിയാൽ സ്ഥലം ഉടനെ പിടികിട്ടും. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയല്ലോ. ഇനിയാ സൈമൺ. അവൻ എവിടെയെങ്കിലും പോക്ക്. അതെ, ഇനി തിങ്ക് ചെയ്തിരിക്കാൻ ടൈമില്ലാട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് കൊച്ചി വിടണം. കൊച്ചി വിടാനാ? അതൊന്നും പറ്റില്ല. എന്റെ ഉമ്മിച്ച എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഏഞ്ചലിനെ കൊണ്ട് ഇവിടുന്ന് പോയില്ലെങ്കിൽ അവന്മാരോട് എത്തും വാളും പരിചയമായിട്ട്. വെറുതെ കില്ല് ചെയ്ത് സെയിലറി മാൻ. അതിന് ഏഞ്ചൽ തിരിച്ച് വീട്ടിൽ പോയാൽ തീരുന്ന പ്രശ്നമല്ലേ? അതല്ല ഏഞ്ചലെ, എൻ്റെ ഉമ്മ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ നീ എങ്ങനെയാണ് മനത്ത് റോങ് ആയിട്ട് ടോക്ക് ചെയ്യണത്? എല്ലാരോടും പോയി ആ പെൺകുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട പന്നി ദേ ഇരിക്കണ്. ഇവനൊന്നുമില്ല, പിന്നെ തനിക്ക് എന്താണ് ഇത്ര പുളിര്? കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. മരിപ്പിനുള്ള ചായം വടയും വന്നതിന് മുമ്പ് ഏഞ്ചലിനെ തിരിച്ചുവിടാം. ഇപ്പൊ അവിടെ ഏഞ്ചൽ ഇല്ലാന്നല്ലേ ഉള്ളു. നമ്മുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഏഞ്ചൽ എവിടെ പോയെന്ന് ചോദിക്കണമെങ്കിൽ വല്ല ട്യൂഷനോ എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം സോൾവ് അല്ലേ? ആ, ഇപ്പൊ എല്ലാരും കൂടെ എന്നെ വില്ലനാക്കണ. പോട്ടെ, സബാൻ പറയട്ടെ വേണ്ടാന്ന്. ഞാൻ വിട്ടേക്ക ഐഡിയ. ബായ് ബായ്. നമുക്ക് ഏഞ്ചലിനെ തിരിച്ചുവിടാൻ പറ്റൂലട്ടാ. ഒട്ടുണ്ടാണ് നമ്മളാണ് ഏഞ്ചലിനെ കൊണ്ട് നേക്കണമെന്ന് അവർക്കറിയാം.
അതെങ്ങനെ? ഞാനൊരു ശില്പ എഴുതി വെച്ചിട്ടുണ്ടായി ഇവിടെ. ശില്പ? എന്ത് ശില്പ്? പ്രിയ ചേട്ടന്മാർ അറിയാൻ വേണ്ടി ഞാനും സെബാനും അനൂപ് മേനോനും ജയസൂര്യയും പോലെ തമ്മിൽ അഗാധമായ പ്രണയത്തിലായിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളെ പിരിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ സെബാസ്റ്റിൻ്റെ കൂടെ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. ഇന്ന് രാത്രി വെളുക്ക് മുമ്പേ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഞങ്ങളെ അനുഗ്രഹിക്കൂ ചേട്ടന്മാരെ. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ കൂടെ സുഹൃത്തുക്കൾ ഫെർണാൻഡോ ഡി സിൽവ, അബു മുഹമ്മദ് ആദം, പിന്നെ കൂട്ടത്തിലേറ്റവും ലുക്ക് ആംബ്രോസ് പെരേര എന്ന നിങ്ങളുടെ പുന്നനുജത്തി ഏഞ്ചൽ പുണ്യാളൻ, അല്ല ഏഞ്ചൽ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ. ഇത് ഏഞ്ചലിന്റെ കൈയക്ഷരം അല്ല. ആരടാ ഈ സെബാസ്റ്റ്യൻ? Why you do this, man? അത് ഭായ് കാലത്തിനിക്കുമ്പോ ഏഞ്ചലിനെ കാണാണ്ടാവുമ്പോ അവര് വെറുതെ പേടിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ സെബാനും പുണ്യാളന്മാരും തമ്മിൽ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഐസ്. ഐസ് ഇനിയിപ്പോ ഏഞ്ചല് തിരിച്ചു പോയാലും നമ്മളാരും സവാരിഗിരിക്കൊരു സീനാണ്. ഇനി എന്ത് ചെയ്യും? ഡാ, ഡാ പൊട്ടാ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ, വെറുതെ കുന്തം മെഴുകി പോലെ നിൽക്കാണ്ട്. ഡാ, എന്ത് പറയാനാണ്? എന്തായാലും തലയിലായി പോയില്ലേ, സഹിക്കാണ്ട് പറ്റുക. എന്ത് മറ്റേ വന്നെടുത്ത് വെച്ച് കാണാം. വേണ്ട, അങ്ങനെ ആരും എന്നെ സഹിക്കണ്ട. ആരുടെയും തലയിൽ ഒരു ഭാരമായിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല ഏഞ്ചലെ, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ അവൻ ഉദ്ദേശിച്ചത്? ഇവൻ പറയുന്നതായിട്ട് ഇറങ്ങി വന്ന ഞാനാ വണ്ടി. എന്താണ്ടാ തീവണ്ടിക്കാണ് തല വെച്ച്? ഇല്ല ഏഞ്ചലെ, വേണ്ട ബ്രോ, മിണ്ടാരി. എക്സ്ക്യൂസ് മീ, അപ്പൊ ഏഞ്ചൽ റിട്ടേൺ പോണേണ? എന്തിനാ? ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല. ചേട്ടന്മാരുടെ കൈ കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. എല്ലാരും കൂടി കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും ചെയ്യും. അല്ല, അപ്പൊ സെബാന്റെ സീന? ഇവനാ, ഇവനെ എനിക്ക് വെറുപ്പാ. ഇവന്റെ പേര് കേൾക്കുന്നതിന് എനിക്ക് അറപ്പാ. ഓ, വാട്ട് സ്റ്റുപ്പിഡിറ്റി യു ആർ ടോക്കിംഗ്. കറിക്കൂല വഞ്ചിക്കൂല എന്ന് പറയണ പോലെയാണുള്ളത്. ഇതെന്ത് ആണാവോ? മൊബൈൽ ഫോണാ? റിങ്. ഇത് ആരുടെ കോപ്പത്? എന്റെ ആണോ? വളിയിട്ടൻ, വളിയിട്ടാൻ, വളിയിട്ടാൻ. ഇത് കണ്ട, ഇതാരീ വളിയിട്ടാൻ? വല്യേട്ടൻ. ഓ, വല്യേട്ടൻ. വല്യേട്ടനാ? അപ്പ കല്യാണ പെണ്ണിനെ ചെക്കനും കൊണ്ട് അപ്പനെ കാണാൻ വേണ്ടി വരായിരിക്കുന്നു. അപ്പോഴാ ചേട്ടാ അവിടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. സിംഗിൾ കൊച്ചിൻ തന്നെയാണ്. ആ അവിടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഓണല്ലേ. ഈ മാങ്ങത്തിൽ ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളയണ്ട. ഫെർണോ, നീ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? എങ്ങോട്ടെങ്കിലും പോവാം. പോവാനാ? എങ്ങോട്ട് പോവാൻ? ഞാൻ വന്നില്ല. നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇനി ഇവിടെ നിന്നാ കുഴപ്പമാണ്. അതിനെങ്ങനെയാണ് ഈ പോർക്ക് സമ്മതിക്കൂലല്ല? ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റം? അവരിപ്പൊ ഇങ്ങോട്ട് എത്തുവാ പോ. നിനക്കെന്താ പറയണ തലക്കറില്ലേ? എന്നാ നിങ്ങ പോക്കോ, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. വൈമാൻ, യു ഡെഡായ പ്രോബ്ലം സോൾവ് ആവോ? എന്തായാലും ഒരാളിവിടെ ഒറ്റക്കിട്ടിട്ട് ഇവിടെ ആരും പോണില്ല. ആ, അവരെന്നെ കൊല്ലും. എല്ലാം വരുത്തി വെച്ച് ഒരുത്തരോട് ഉണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോൺ ഗോ ഡോൺ ഗോ. അപ്പൊ എന്തായിരുന്നു? ഹൃദയം കൊടുക്കും, അത് കൊടുക്കും. അവർക്ക് സിസ്റ്റർ ഒന്നുമില്ല. കില്ലിങ് സീനാണ്. പള്ളിയിലച്ഛനാണെങ്കിലേ ചോരയിൽ നോക്കിയിട്ടാണ് ഓടിക്കുന്നത്. ഹലോ ഹലോ ഏഞ്ചലെ, ഏഞ്ചൽ മോളെ. ഹലോ ഹലോ, ഇതാരാ? ആരാന്ന് പറയണ? സെബാസ്റ്റ്യൻ. ഞാൻ ഒറ്റയ്ക്ക് ഏഞ്ചലിനെ കൊണ്ടുവന്നു. അറിയാടാ, നീ ആരാണെന്ന് എനിക്കറിയാ.
എവിടെന്നാണെന്ന് എനിക്കറിയാം, എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്കറിയാം. നീയൊക്കെ കളിച്ചത് ചെകുത്താനോടാടാ. നാളത്തെ കൊച്ചിക്കാറ്റിന് നിന്റെയൊക്കെ ചോരയുടെ മണം ഉണ്ടാവും.